നമസ്കാരം ഗെയ്സ്. ഇന്ന് എൻ്റെ മമ്മൂൻ്റെ ബർത്ത്ഡേ ആണ്, 9ാം പിറന്നാൾ. അപ്പോൾ ഞാൻ അവനൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിനകത്ത് മുകളിൽ അളിയൻ്റെ വീട്ടിലാണ് വെച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത് പൊക്കും. അത് കാരണം ഞാൻ അകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ സൈക്കിളൊന്ന് കാണാനായിട്ട് നമുക്ക് അകത്തോട്ട് പോയതിന് ശേഷം നോക്കാം. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കാണ്. കാരണം ഇവനെ ഓടിച്ചുള്ള പരിപാടിയാണ്. ഇവൻ ഇതുപോലെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരാഴ്ചയായി സൈക്കിളിന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട്. മമ്മൂന് സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ച വെച്ചേക്കുകയാണ്. ഇത് ഇവനെ അറിയിക്കാതെ ഉള്ള പരിപാടിയാണ്. നേരത്തെ സൈക്കിളൊക്കെ വേണമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവനെ കൊണ്ടുപോയി സൈക്കിളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞു ഇത് ചെയ്തെങ്കിലും പിന്നെ സൈക്കിൾ ഇതുവരെ വാങ്ങിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് എല്ലാവരും ആഹാരം കഴിക്കാനും എല്ലാമുള്ള ഒരു സെറ്റപ്പിലിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ആ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണം. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് ഇനി താഴെ ഇറങ്ങി വരികയാണ്. മുകളിലത്തെ വീട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ അകത്തോട്ട് കയറാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, എനിക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് വരണമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കയ്യിൽ ഞാനിത് കൊടുക്കുകയാണ്. ഹബീബാണ്. പിന്നെ അപ്പോൾ എനിക്ക് പകരം ഇനി അവൻ വീഡിയോ എടുത്ത് മുന്നോട്ട് പോകും. അകത്ത കാര്യങ്ങളെല്ലാം ഇവൻ പിന്നെ കാണിക്കുന്നതാണ്. ഓക്കെ, My birthday. നിന്റെ അങ്ങനെ ബർത്ത്ഡേക്കാരൻ്റെ ഉമ്മ, ബർത്ത്ഡേക്കാരൻ്റെ ഉമ്മ, ഇത് ബർത്ത്ഡേക്കാരൻ്റെ കാപ്പ. സെറ്റായിട്ട് വരികയാണ്. ഓക്കെ, അവനീ മുമ്പ് ഇതൊന്നും കണ്ടില്ലേ? മമ്മൂന് ഭയങ്കര സർപ്രൈസ്. മമ്മൂനെ അറിയിക്കാതെ ഞാൻ സർപ്രൈസായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കൊടുത്തതാണ്. ഓക്കെ, വിശ്വാസ ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ.